ടീച്ചേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് വനിതാ സദസ്സ് സംഘടിപ്പിച്ചു. ജില്ലാ വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സദസ്സ് കാഞ്ഞങ്ങാട് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ KPV പ്രീത ഉദ്ഘാടനം ചെയ്തു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് വനിതാ സദസ്സ് സംഘടിപ്പിച്ചു. ജില്ലാ വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സദസ്സ് കാഞ്ഞങ്ങാട് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ KPV പ്രീത ഉദ്ഘാടനം ചെയ്തു. അസ്തിത്വത്തെ തകർക്കാൻ കഴിയുമെന്ന് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയല്ല, പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഓരോ ദിവസവും നടക്കുന്ന സംഭവങ്ങളെ ഒന്ന് വിശകലനം ചെയ്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നതിന്റെ ഒറ്റ ഉത്തരം നിങ്ങൾ ഇങ്ങനെ എടുത്താൽ മതി. ഇന്ത്യൻ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ ഇന്ത്യയുടെ പരമോന്നത സ്ഥാനത്തിരിക്കുന്ന രാഷ്ട്രപതിക്ക് ഒരു സ്ഥാനവുമില്ല. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ അവരൊരു സ്ത്രീയാണ്, അവരൊരു വിധവയാണ്, അവരൊരു ദളിതാണ്. ഈ മൂന്ന് കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു ജനാധിപത്യ രാജ്യത്തെ ഡിസ്ക്വാളിഫിക്കേഷൻ ആവുന്നത് എന്നതിന്റെ ഉത്തരം വേറൊന്നുമല്ല. ഇന്ത്യയുടെ ജനാധിപത്യം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ കൊണ്ടുപോവുകയല്ല ചെയ്യുന്നത്. മനുസ്മൃതിയെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പകരം സ്ഥാപിച്ചുകൊണ്ട് രാജ്യത്ത് പുതിയ ജനാധിപത്യം അഥവാ രാജാധിപത്യത്തിന്റെ പുതിയ വഴികളിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന പുതിയ പശ്ചാത്തലത്തിലാണ് കേരളം നിൽക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക. ജില്ലാ വൈസ് പ്രസിഡന്റ് P. ശ്രീകല അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി K. രാഘവൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം K. ഹരിദാസ്, സംസ്ഥാന കമ്മിറ്റി അംഗം NK. ലസിത, ജില്ലാ പ്രസിഡന്റ് U. ശ്യാംഭട്ട്, ജില്ലാ ട്രഷറർ KV. രാജേഷ്, VK. ബാലാമണി, P. മോഹനൻ, VK. റീന, PP. കമല, P. പുഷ്പ, T. ശൈലജ, മാലതി A എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി T. പ്രകാശൻ സ്വാഗതവും ജില്ലാ വനിതാ സബ് കമ്മിറ്റി കൺവീനർ K. ലളിത നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.